ശരിക്കും ഒരു ക്രിസ്മസ് തീം അല്ലേ? ഞാൻ ശരിക്കും ഏതൊരു പുറത്തത്തെ കൺട്രിയിൽ വന്നതുപോലെ തന്നെ. ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാനുള്ളത് എവിടെയാണെന്നറിയോ? ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് വൈബിലൊരു ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ എന്നിട്ടൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ക്രിസ്മസ് വൈബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് വൈബിൽ നല്ല അടിപൊളി ഡെക്കോസാണ്, കുഞ്ഞു കുഞ്ഞു ഷോപ്സ്. അതായത് മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവർ ഒത്തിരി ലൈറ്റ് വെച്ചിട്ട് ഡെക്കോസും കാര്യങ്ങളൊക്കെ അടിപൊളി വൈബാണ്. ഒരു ഇൻ്റർനാഷണൽ ഫീലിലുള്ള ഒരു ക്രിസ്മസ് വൈബ് എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. നമുക്കപ്പോൾ ബാക്കി നോക്കിയിട്ട് വരാം കേട്ടോ. ഗൈസ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ശരിക്കും ക്രിസ്മസ് വന്ന ഒരു ഫീൽ തന്നെ, പുറത്തത്തെ വൈബ് പോലെ തന്നെയാട്ടോ തോന്നുന്നത്. അപ്പം നമുക്ക് ഷോപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഏത് കടയാണ് നോക്കാം. ഫസ്റ്റ് പ്ലം കേക്കിൻ്റെ ഷോപ്പാണ് കേട്ടോ. പ്ലം കേക്കിൻ്റെ ഷോപ്പാണ്. കുക്കീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്. കേക്ക്സ് ഒക്കെ 250+ GST ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഒരു വെറൈറ്റി സാൻഡാണ് ഇത്. ചോക്ലേറ്റ്സാ, കേക്ക് അല്ല, ചോക്ലേറ്റ്സ്. ഇതെന്താ സ്റ്റാർബക്സ് കാലിയായിരിക്കും? കച്ചവടം കഴിഞ്ഞ്. ഇനി ഹാംലീസ് ഉണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിച്ച് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കണം എന്നെങ്കിൽ ഹാംലീസ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ, അതായത് നിങ്ങൾക്ക് മോളിൻ്റെ ഉള്ളിൽ കയറാതെ തന്നെ പുറത്ത് തന്നെ അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. നമുക്ക് നോക്കാം. ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. Hi. How much? Excuse me. Price? 1300. 1300. 1300. ഇത് ലൈറ്റ് ഇല്ല. വലിയ ക്രിസ്മസ് ട്രീ. വലിയെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. കിടന്ന് നോക്കേണ്ടി വരും. നല്ല വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സാൻഡും എൽഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പുകൾ കണ്ടിട്ട് മതിയാവുന്നില്ല. ശരിക്കും ഒരു പുറത്തത്തെ വൈബ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഇത് വന്നില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്തേനെ അല്ലേ. ബുക്സ്, നമുക്ക് എൽഫിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാം. സാൻഡ ഉണ്ടായിരുന്നു കേട്ടോ. സാൻഡ ഇപ്പോൾ നമുക്ക് ടൈം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5:30 to around 9 o'clock വരെയാണ് ഇവരുടെ ഷോ ഉള്ളത്. അപ്പോൾ നമ്മൾ സാൻഡ പോയി ഇപ്പോൾ എൽഫിൻ്റെ കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. എല്ലാവർക്കും എടുക്കാം. ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസ് അങ്ങനെ തന്നെ പറയണം. കാര്യം എവിടെ നോക്കിയാലും ഭംഗിയാണ്. ഫാസ്റ്റിനിപ്പോൾ എവിടെ വെച്ചാലാണ് ഫ്രെയിം കിട്ടുക എന്നൊരു കൺഫ്യൂഷനായി. എല്ലാം അടിപൊളിയാണല്ലേ. പിന്നെ നല്ല ക്രൗഡ് ഉണ്ട്. ഫോട്ടോ ആദ്യം അപ്പുറം നിൽക്ക്. താങ്ക് യു. പാവ അവരെ സമ്മതിക്കണ്ടല്ലേ. എത്ര നേരം മുതൽ നിൽക്കണായിരിക്കും. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 9 മണി വരെ ആണല്ലോ. പോകുവാണ് ഇങ്ങനെ പാവം ആടി 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 പോകുന്നു. എനിക്ക് ആരും ഓർമ്മ വന്നറിയോ? മറ്റേ മൂവില് ദിലീപ് പോകൂലേ, പിന്നെ ഗ്രാമഫോണില് ജോലി ടൈ ഒക്കെ കെട്ടിട്ട് ഓലപ്പം എടുത്ത് കൊടുക്കില്ലേ, അതേ
ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ പുറത്തത്തെ കൺട്രീസിൽ നമ്മളിപ്പോൾ ഒരുപാട് വ്ളോഗർമാരുടെ കാണത്തില്ലേ, ഞാൻ മറ്റേ മല്ലൂസ് ഇൻ ഫിൻലാൻഡ് അവരുടെ കൂടി കണ്ടോളൂ. അവരൊരു ക്രിസ്മസ് ഇതിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റിൽ പോകുന്ന സെയിം ആ ഒരു സെറ്റപ്പാട്ടോ എനിക്കിവിടെ തോന്നിയത്. ശരിക്കും ഭയങ്കര വൈബ്, എന്ത് ഭംഗിയാണ്, ഡെക്കോറൊക്കെ എന്ത് രസമാണ് നോക്കി. ഓരോ ഷോപ്പുകൾ നോക്കാം നമുക്ക്. ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് ബുക്സ് ഉണ്ട്, ക്രിസ്മസ് ട്രീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, പിള്ളേർക്ക് ഡോണറ്റ്സ് ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, എല്ലാ സംഭവം ഉള്ളിൽ തന്നെ ഉണ്ട്. ബുക്സ് ഒക്കെ ഉണ്ട്, ബുക്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, അത് ഡെക്കോർ ഐറ്റംസ് ആണ്. കേക്ക്സ്, ഇത് ഡെക്കോസ് ആണ്. ഈ സ്റ്റാർ നോക്കി, ഈ സ്റ്റാർ നോക്കി. 1135 കേക്ക് ഷോപ്പ്. റെയിൻബോ കേക്ക്, വെറൈറ്റി കേക്ക്സ്. ഞാൻ ഓർത്ത് കുറച്ച് നേരമായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ബിബിക്യു ഫെസ്റ്റ്. ലോയൽ വേൾഡ് മാർക്കറ്റിൻ്റെയാ, ലോയൽ വേൾഡിൻ്റെയാ. ഈ ഷോപ്പ് നോക്കിയേ, അവര് ആ ഗ്ലാസ് വെച്ചേക്കുന്ന ആ ഒരു തീം വരെ ശരിക്കും ഒരു ക്രിസ്മസ് തീം അല്ലേ, നല്ല ഭംഗിയുണ്ട്. പോപ്കോൺ, ലൈറ്റ്സ് ഒക്കെ പതിയെ ഓഫ് ചെയ്ത് തുടങ്ങിയിട്ട്. അതെ, ഇവിടെയൊക്കെ ഇതൊക്കെ ഫുള്ള് ലൈറ്റ് ആയിരുന്നു, എല്ലാം ഓഫ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ഇതുവരെ മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ, കാരണം പുറത്ത് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് കാണാനുള്ളതുണ്ട്. ഹൗസ് ഓഫ് ക്യാൻറ്റി, ഒരുമിച്ച് പറഞ്ഞു, ഹൗസ് ഓഫ് ക്യാൻറ്റി. ഗൈസ്, റേഡിയൻ റിഫ്ലക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. സംഭവം ഇവർ മിറർ പോലെ കൊടുത്തിട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ആയിട്ട് നമുക്ക് മൈൻഡിലൊരു ഇല്ലുമിനേഷൻ പോലെ വരും എന്ന് പറയുന്നത്. കണ്ടോ, അത് മൂവ് ആവുന്നത് പോലെ തോന്നില്ലേ? അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ അവർ പറയുന്നത്. യെസ്, നൈസ്. ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടമാതിരി ഇത് ഇങ്ങനത്തെ സ്പോട്ടുകളുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് അത് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ശരിക്കും ഏതോ ഒരു പുറത്തത്തെ കൺട്രിയിൽ വന്നതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ക്രിസ്മസ് വൈബ് ശരിക്കും പുറത്തത്തെ കൺട്രീസ് കണ്ടിട്ടുണ്ടോ? നമുക്ക് ക്രിസ്മസ് വൈബൊക്കെ വരുമ്പോൾ എസ്പെഷ്യലി ഫിൻലാൻഡ്, ന്യൂസിലാൻഡ്, ന്യൂയോർക്ക് ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും ക്രിസ്മസ് ഡെക്കോർസ്, എസ്പെഷ്യലി ലൈറ്റ്സ്. അതുപോലെ തന്നെ ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തീം തന്നെയായിട്ട് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. Nice. ഇത് കറക്കാ. ഇത് കറക്കാൻ പറ്റില്ല, ഇത് ഫിക്സഡാ, ഇത് ഫിക്സാ. അടിപൊളി. ഫോട്ടോ എടുത്തെടുത്ത് മതിയാവുന്നില്ല ഗൈസ്, ഇഷ്ടംമാതിരി ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ബ്രിഡ്ജ് തന്നെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര ഇടിയാണ്. ഞങ്ങൾ കയറി വന്നപ്പോൾ എടുക്കാൻ നോക്കി. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് കയറി അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വരണ്ടേ. ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എനിക്ക് ഈ സ്പോട്ട് ഭയങ്കര ഇഷ്ടമായി. ഗൈസ്, ഫൈനലി മോളിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ആകുമ്പോഴാണ്. ഞാൻ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇന്ത്യയിലെ വൺ ഓഫ് ദ
ലക്ഷറി, വൺ ഓഫ് ദാന്നല്ല, ഫസ്റ്റ് ലക്ഷറി റീറ്റെയിൽ മോൾ ഇതാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം എല്ലാവിധ ബ്രാൻഡ്സും ഇവിടെ, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും നാഷണൽ ബ്രാൻഡ്സും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഷോപ്സ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഡ്രസ് ഷോപ്സ് ആണെന്നുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റ്സ്, എവറിത്തിങ് എല്ലാം ഓൾ അണ്ടർ വൺ റൂഫ് എന്നാണ് പറയുന്നത്. 5 ഫ്ലോർസിൽ ഓവർ 1 മില്യൺ സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കോർസ് ഉണ്ട്. നമുക്കത് നോക്കിയിട്ട് വരാം. ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ, ഈ ഒരു പേരിലാണ് ഇവിടെ ഈ ഒരു ക്രിസ്മസ് ഡെക്കോർസ് എല്ലാം വന്നിരിക്കുന്നത്. ശരിക്കും പേര് പോലെ തന്നെ അടിപൊളി ലൈറ്റ് ഫെസ്റ്റിവൽ. നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആട്ടോ. നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികളായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം സാൻഡേ എൽഫൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. 5:30 to 9 വരെയാണ് അതിൻ്റെ ടൈം വരുന്നത്. അതിനുള്ളിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഇവിടെ ടോട്ടൽ 5 ഫ്ലോർ ഉണ്ട്. G, UG, പിന്നെ 1, 2, 3. ഓരോ ഫ്ലോർസിലും ഓരോ ഡിഫറെൻറ്റ് തീമാണെന്നാണ് ഞാൻ കണ്ടത് ഇവരുടെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ശരിക്കും വരുന്നത് നേച്ചർ തീമാണ്. നമ്മൾ വരുന്ന ഗസ്റ്റുകളെ നേച്ചർ വെൽക്കം ചെയ്തതായിട്ടാണ് ആ ഒരു തീം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്ലോറിൽ ഞാൻ കാണുന്ന ഷോപ്സ് നമ്മുടെ അർമാനി കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ നമ്മളിപ്പോൾ UG-ലാണല്ലേ ഉള്ളത്. നമ്മൾ UG-ലാണ്. താഴെയാണ് G-ലാണ് നേച്ചർ തീം ഉള്ളത്. സെക്കൻഡിൽ ഞാൻ കണ്ടത് അക്വാട്ടിക് തീമാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് താഴത്തെ ഫ്ലോറ് നേച്ചർ, സെക്കൻഡ് വൺ അക്വാട്ടിക്, അതായത് ഒരു വാട്ടർ അക്വാട്ടിക് തീമാണ്. തേർഡ് വൺ ഓസിസ് തീമാണ്, അതായത് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയൊക്കെയാണെന്ന് കേട്ടേക്കണേ. നോക്കി നോക്കാം. നമുക്കിപ്പോൾ താഴെ പോകണോ മേളിൽ പോകണോ? ബാ. ഗൈസ്, ഇവിടെ നമുക്ക് ഷോപ്സ് കുറേയൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ. ഒരു ഫ്ലോർ മാത്രം ലക്ഷറി ബ്രാൻഡ്സ് മാത്രമാണ്, അതായത് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ്. അതിലിപ്പോൾ ഞാൻ കണ്ടത് വിക്ടോറിയ സീക്രട്ട് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. ബട്ട് ഒത്തിരി ഓപ്പണിംഗ് സൂൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വെർസാഷയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓപ്പണിംഗ് സൂൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അർമാനി ഉണ്ട്, കാൽവിൻ ക്ലീൻ, ടോമി ഹിൽഫിഗർ ഒക്കെയാണ് ഉള്ളത് ഷോപ്സ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ എല്ലാം വരാനുള്ളൂ. ഒത്തിരി ഷോപ്സ് ഓപ്പൺ ആവാനുണ്ട് ഇവിടെ. കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. നല്ല പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇഷ്ടമാതിരി ഉണ്ട്. നമുക്കതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഷോപ്പ് നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ, എവിടെയാണെന്ന് കറക്റ്റ് അറിയാനുള്ളത്. അങ്ങനെ നോക്കി നടക്കുന്നതായിരിക്കും നല്ലത്. ഗൈസ്, ഇത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു നേച്ചർ തീമാണ് കേട്ടോ. ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വായിച്ചതാണ്. ഇവർ 5 ഫ്ലോറും 5 തീമിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡെക്കറേറ്റ് അല്ല, ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നേച്ചറാണ്, നേച്ചർ തീമാണ്. ഗസ്റ്റിനെ, അതായത് നമ്മൾ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കുമല്ലോ, അപ്പോൾ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനാണ് നേച്ചർ തീം കൊടുത്തിരിക്കുന്നതെന്നാണ് കേട്ടത് കേട്ടോ. സെക്കൻഡ് ഫ്ലോർ ഞാൻ കേട്ടത് അക്വാട്ടിക് തീമാണ്. തേർഡ് ഫ്ലോർ ഓസിസ് തീമാണ്. പിന്നെ ബാക്കി ഞാൻ മറന്നുപോയി, നമുക്ക് നോക്കാം. കണ്ടോ, UG-യിൽ കണ്ടോ ലക്ഷറി ലെവൽ ഓപ്പണിംഗ് സോൺ എന്ന് കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളിപ്പോൾ ഇവിടെയാണ്, G-യിലാണ് നമ്മളുള്ളത്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിലാണ് ഫുഡ് ഉള്ളത്. ഗൈസ്, എല്ലാ ഷോപ്സും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇപ്പോൾ അഡിഡാസിൻ്റെ ഒക്കെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മോളിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല വലുതായിട്ട് എനിക്ക് തോന്നി. കാര്യം ഈ ഒരു മോള് തന്നെ നല്ല വലുതാണ്, ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ മാൾസിലുള്ളത് പോലത്തെ തന്നെയുള്ള ഷോപ്സൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഓവറായിട്ട് നിങ്ങളെ കാണിച്ചപ്പോൾ ഓൾറെഡി അല്ല, അത് ഷോപ്പൊന്നും ആയിട്ടില്ല. ഞാൻ വിചാരിച്ചത് ആ ലക്ഷറി ഫ്ലോർ മാത്രം കാണിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡെക്കോർ തന്നെ ഭയങ്കര അടിപൊളി. അവർ ആ ഇൻറ്റീരിയർ ലക്ഷറി ആ ഒരു ഫ്ലോറിൽ ചെയ്ത് വരുന്നുള്ളൂ. മിക്കതും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കുക.
പിന്നെ ബാക്കിയുള്ള ഷോപ്സ് നോക്കാൻ നമ്മൾ നോർമലി കാണുന്നതൊക്കെ തന്നെയാണ്. പിന്നെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻറ്റീരിയർ അടിപൊളിയാണ്. പിന്നെ മെയിനായിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. കാര്യം ഇത് ഇൻറ്റീരിയേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ, എവിടെ ഫ്രെയിം വെച്ചാലും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഒരു ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ തീർന്നതിന് മുൻപ് നിങ്ങൾ വന്ന് കാണും. കാര്യം ഇപ്രാവശ്യം തീർന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും വരുന്നത്. ഓവർ ഒരു 1 ഇയർ നിങ്ങളത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് മിസ്സാവാതെ എല്ലാവരും വന്ന് കാണും കേട്ടോ. പക്ഷേ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് വിക്ടോറിയ സീക്രട്ട് ഉണ്ട്. നമ്മൾ ആ ഒരു ലക്ഷറി ഫ്ലോറിലാണ് കേട്ടോ. ഡീസൽ ഉണ്ട്, ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ഡീസൽ ഉണ്ട്, വിക്ടോറിയ സീക്രട്ട് ഉണ്ട്, പിന്നെ ഉള്ളത് ഷാനൽ ഉണ്ട്, ഡിയോ ഉണ്ട്, പിന്നെ ഗൈസ് ഡിയാൻജി വരുന്നുണ്ട്, ഓപ്പണിംഗ് ഷോർട്ട്ലി ആണ്. പിന്നെ നമുക്ക് അർമാനി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ തന്നെ അത്യാവശ്യം എല്ലാവിധ ബ്രാൻഡ്സും ഇതിൻ്റെ ഈ ഒരു മോളിൻ്റെ ഉള്ളിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം അല്ല അത്യാവശ്യം നല്ല, ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രാൻഡ്സ് ഉള്ളൂ എന്ന്, ബട്ട് നല്ല എല്ലാ ഒരുവിധ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. Lux Atria is the portal to the luxury offering of the mall. Its first glimpse is the ഗൈസ് ഫുഡ് കോർട്ട് സെഷൻ ആണ്. ഒരു രക്ഷയില്ല, ഇന്റീരിയർ ഒക്കെ അടിപൊളി അല്ലേ. ഫുഡ്തോപ്പിയ അതാണ് ഇവര് ഫുഡ് കോർട്ടിന് പറയുന്നത്. ഫുഡ്തോപ്പിയ ഈ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ക്രിസ്മസ് ഇത് കൊടുത്തേക്ക് നോക്ക്, നല്ല ഭംഗിയില്ലേ. ഫുള്ള് ക്രിസ്മസ് തീമായി എല്ലായിടത്തും. ഡിസംബർ 1 സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും എല്ലാ ഷോപ്സും ആ ഒരു ക്രിസ്മസ് ഡെക്കോസ് ആയല്ലേ. ഇതിൻ്റെ ഫുഡ് കോർട്ടിനുള്ളിൽ നമ്മളുടെ ആസ് യൂഷ്വൽ സെയിം ഷോപ്സ് ഒക്കെ തന്നെയാണ്. ഡോമിനോസ്, ബിരിയാണി ക്വീൻ, സ്ട്രീറ്റ് ഫുഡ്സ്, ഏഷ്യ 7, ബിഗീസ് ബർഗർ. ഇത് സ്ട്രീറ്റ് ഫുഡ്സ് ബൈ പഞ്ചാബി ഗ്രിൽ. ലൈറ്റിംഗ് ഒരു രക്ഷയില്ല ഗൈസ്, എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി തോന്നുക. ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യോ? അതും ഇല്ല. എന്നാൽ കാണുന്നോടത്തൊക്കെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. നല്ല വലിയ ഫുഡ് കോർട്ടാണ് ഗൈസ്, നല്ല വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ് കേട്ടോ. കാര്യം ഒരു ഫ്ലോർ ഫുള്ളാണ് ഇവർ ഈ ഫുഡ് കോർട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒരു ഫ്ലോർ ഫുള്ള് ഫുഡ് കോർട്ട് മാത്രമെന്ന് തോന്നുന്നു അല്ലേ അല്ലേ. പിന്നെ ഇവിടെ വേറെ ഉണ്ട്, ലാർജസ്റ്റ് മൾട്ടിപ്ലെക്സ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് തിയേറ്റർ. അത് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ലാർജസ്റ്റ് മൾട്ടിപ്ലെക്സ് ആണെന്നാണ് പറയുന്നത്. ഒരു ഫുഡ് കോർട്ട് പോലും എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അടിപൊളി. ഉണ്ട്. ഫുഡ് നമ്മൾ കേൾക്കാത്ത ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടമാതിരി ഉണ്ട്. ഒരു ഫ്ലോർ ഫുള്ള് ഓൾമോസ്റ്റ് ഒരു ഫുഡിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത്. പബ്ബാണെന്ന് തോന്നുന്നു, നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. യെസ്, അതെ, പബ്ബാണ്. ഗൈസ് ഇത് നല്ല വലിയ മോള് തന്നെയാണ്. നല്ല രീതിക്ക് നടക്കാനുണ്ട്. ചെറിയൊരു പോർഷൻ നടന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല കാല് വേദനിക്കുന്നുണ്ട്. ആദ്യം കാല് വേദന എടുക്കുന്നുണ്ടോ? ആദ്യം ചെറുതായിട്ടൊന്ന് എസ്കലേറ്ററിൽ വീണു. എപ്പോഴും ഞാൻ പറയാറുണ്ട് കയറുമ്പോൾ ഓടരുതെന്ന്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഒരുപാട് ഷോപ്പുകളുടെ ഓപ്പൺ ആവാനുണ്ട്. കുറച്ച് നാൾ ഈ മോൾ എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആയിട്ട് അടച്ചു കിടന്നായിരുന്നു. വീണ്ടും ഇപ്പോൾ കുറച്ച് മന്തായിട്ടുള്ളത് റൺ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഒത്തിരി ഷോപ്സ് ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു മോൾ മാത്രമായിട്ട് നമുക്ക് വരും. ഇപ്പോൾ ശരിക്കും ആ ഒരു വിൻ്റർ അല്ല, ഐ എം സോറി, ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ, ആ ഒരു ക്രിസ്മസ് ഡെക്കോഴ്സും ആ ഒരു ക്രിസ്മസ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ വന്നാണ്. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. 5:30 to 9 വരെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും ഉള്ളൂ. മറ്റേ സാൻഡേയും എൽഫൊക്കെ ഉള്ളത് ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നെക്സ്റ്റ് ഒരു വീഡിയോ എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാര്യം നമുക്ക് സജഷൻസ് വേണം. നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താലേ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ. എന്ത് ഭംഗിയാ.